ഇപ്പോൾ ആരോമാർക്ക് KSEB ഇങ്ങോട്ടും സോളാറിൽ നിന്ന് ഇൻവെർട്ടറിക്ക് എല്ലായിടത്തു നിന്ന് ഇൻവെർട്ടറിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ഒന്നും വന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇന്നുണ്ടാക്കിയ കറണ്ട് 3.8 kW. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ സ്റ്റീവിനെ ക്ലാസ്സിലൊക്കെ കൊണ്ടാക്കി ഞാനും ഇടുകൂടിയും എൻ്റെ താടി ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളുടെ പാളയംപറമ്പ് തന്നെയുള്ള കടയിലേക്ക് വന്നേക്കണ്ടോ, ഫേസ് ടു ഫേസ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ തന്നെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. മസാജ് ചെയ്യാൻ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കണോ? അപ്പം അങ്ങനെ താടി സെറ്റ് ചെയ്യലും മസാജൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. ഉറക്കം പറ്റും വീട് താക്കൂലോ എവിടെയും പോയി കിടന്ന് ഉറങ്ങിയാൽ മതി.
പക്ഷെ നമ്മുടെ പണികളെല്ലാം മുടങ്ങി. പുറത്തിറങ്ങിയപ്പോഴേക്കും ആകെ മഴ, ഫുള്ള് മഴ. തോർത്തുണ്ട്. ഞാൻ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ പാളയംപറമ്പിലുള്ള മുടിവെട്ട് കടയിലുണ്ടാവുന്ന നല്ല സർവീസാണ്. മസാജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തലകടെ ഇടുങ്ങണ് ശരിക്കും കിടന്നു. അടിപൊളിയായിരുന്നില്ലേ? അപ്പോൾ ഇതേ മുടിവെട്ടലൊക്കെ കഴിഞ്ഞ്, മുടിവെട്ടല്ല താടി സെറ്റിയിലൊക്കെ കഴിഞ്ഞ് വന്ന് കുളി കഴിഞ്ഞ് ഇതേ വീണ്ടും പോകാൻ പോണു. മഴ പെയ്തുകൊണ്ട് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമില്ല ഒന്നും അറിയില്ല. ആദ്യം തന്നെ നമ്മുടെ മൊയിലും കൂടി എടുക്കാനായിട്ട് മിടുവിൻ്റെ വീട്ടിലേക്ക് പോവാം. ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ വലിയ കൂട് ആകെ തുരുമ്പിടിച്ചിരിക്കുക. അപ്പോൾ ഒരു കൂട് മാത്രം എടുത്തിട്ട് പോരാന്ന് വിചാരിച്ചേക്കണം. എന്തായാലും ഇനി അങ്ങോട്ട് പോട്ടെ. അപ്പം മഴയത്ത് ഇനി പുല്ലുവെട്ടൽ നടക്കില്ല. ഇത്തിരി നേരം വെയിലെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. പക്ഷെ അടുത്ത മഴ വരാൻ പോകണമെന്ന് തോന്നണം. എന്തായാലും മസാജിങ് ഒരു രക്ഷയില്ല കേട്ടോ, ഒന്നും പറയാനില്ല. അടിപൊളിയായിരുന്നു. അവനെ ആ ചെവിടിൻ്റെ ഇവിടെയൊക്കെ ആ മിഷ്യൻ വെച്ചിട്ട് എന്തോ ചെവിടിൻ്റെ ഉള്ളിലേക്ക് അവൻ കൈ ഇങ്ങനെ വെച്ചിട്ട് മിഷ്യൻ വെക്കുക എന്തോ ചെയ്തു തോന്നുന്നു. ചെവിടൊക്കെ അങ്ങോട്ട് ശരിക്കും ഭയങ്കര സുഖം, ഒന്നും പറയാനില്ല. അടിപൊളി. പാളയംപറമ്പ് അമ്പഴക്കാട് ഞങ്ങളുടെ ഈ ഏരിയയുള്ള ആരെയിലൊക്കെയാണെങ്കിൽ വന്നൊരു മസാജൊക്കെ ചെയ്ത് പോയിക്കോളും. സൂപ്പറാണ്. അപ്പം അങ്ങനെ മിടുവിൻ്റെ വീട്ടിലെത്തിയിട്ടാ. മൊയിലും കൂടെ അവിടെ മുകളിലിരിക്കണേ, അവിടെ നമുക്ക് എടുക്കണം. നോക്കട്ടെ. ഈ കൂടിനെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്നത്. 4 അറയുള്ള കൂട്. ഇതിനെ കൊണ്ടുപോകണില്ല. അതായത് ഒരു സൈഡിൽ 4 അറ അല്ലേ? 4 8 അറ 2 സൈഡിലായിട്ട്. ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവണില്ല. ഇങ്ങനെ ഈ കൂട് ഭയങ്കരമായിട്ട് അടിയിലൊക്കെ ഇങ്ങനെ തുരുമ്പ് പിടിച്ച് പൊടിഞ്ഞ് പോയി തുടങ്ങി. അത് മാത്രമല്ല, എനിക്ക് ഇത്ര വലിയ കൊണ്ട് ആവശ്യമില്ലല്ലോ ഇപ്പോൾ അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൊണ്ടുപോകാനായിട്ട് പോണത്. ഇവിടെ പ്ലാനിങ് ആണ് എങ്ങനെ താഴത്തേക്ക് എത്തിക്കാന്നുള്ളത്. സോളാറ് വർക്കിംഗ് തുടങ്ങിയിട്ടാ 15 യൂണിറ്റാ. ഇന്നലെ 15 യൂണിറ്റ് കറണ്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞേക്കണേ. ഇന്നിപ്പോൾ കുഴപ്പമില്ല. ഇന്നിപ്പോൾ രാവിലെ ഇത്തിരി മഴ പെയ്തെങ്കിലും ഇപ്പം മഴയില്ലാണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അത് വൈഡ് വ്ളോഗ്സിലാണ് പോസ്റ്റ് ചെയ്തേക്കണത്. നമ്മൾ ഡീറ്റെയിൽ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വൈഡ് വ്ളോഗ്സ് കയറി കണ്ടോളൂ കേട്ടോ. 3 കിലോവാട്ടിൻ്റെ സിസ്റ്റമാണ്. 2,25,000 രൂപയാണ് ചിലവ് വന്നത്. 78,000 രൂപ സബ്സിഡി കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇതിൻ്റെ താഴെ നിന്ന് കറണ്ട് കിട്ടുമെന്ന് അറിയില്ല. ഇത് ബൈഫേഷ്യൽ സോളാറുണ്ട്. അടിയിൽ നിന്നും റിഫ്ലക്ഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ കറണ്ട് അടിയിൽ നിന്നും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ വെച്ചാൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അവിടെ നിന്നൊക്കെ എന്ത് റിഫ്ലക്ഷൻ കിട്ടാനായിരിക്കും? അറ്റത്തുള്ള പാനലുകൾ കിട്ടുമായിരിക്കും. ഇത്തിരി മഴ പെയ്യാണ്ടിരിക്കണേ. മഴ പെയ്താൽ എൻ്റെ എല്ലാ പ്ലാനിങ്ങും തെറ്റും. പൈപ്പിൻ്റെ ക്ലാമ്പതിൻ്റെ ഇടയിൽ കയറും. ക്ലാമ്പ് ആ ക്ലാമ്പ് ഇടയ്ക്ക് ഒരു ക്ലാമ്പ് പുറത്തേക്ക് താഴ്ത്തിക്കുമോ? അവിടെ അടിയിലൊരു കമ്പ് നടന്നിക്കാം. അവിടെ നിന്നാണ് നമ്മുടെ കൂടിനെ താഴത്തേക്ക് ഇറക്കാൻ പോണേ കേട്ടോ. തലേമേക്കല്ല അടിയിൽ സോളാറിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മുടെ കൂട് ഇതേ താഴെ എത്തി. കറക്റ്റ് സോളാറിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇതേ ഒരഞ്ഞോട് പോയി ഇച്ചിരി കൂടി തട്ടി വീട്ടിലായിരുന്നെങ്കിൽ അത് കറക്റ്റ് നമ്മൾ വീണായിരുന്നെ. എന്തായാലും സംഭവം സെറ്റായി, താഴെ എത്തി. അവിടെ ഒരു ഞളക്കം പറ്റിയ കുഴപ്പമില്ല. എന്നാലും ഇവിടെ സോളാർ കറണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് 3.7 കിലോവാട്ട് ഓൾറെഡി ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ജോയി ചേട്ടനെ വിളിച്ചിട്ടുണ്ട്, നമ്മുടെ ആപ്പേ ഓട്ടോറിക്ഷ. അപ്പോൾ അതിൽ കയറ്റിയിട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇവിടെ ലൂബിക്ക ഉണ്ടായി കിടക്കണ്ട്.
നമുക്ക് 2 ലൂബിക്ക് പിടിച്ച് തിന്നാം. ഓഹോ, പഴുത്തതില്ല, പഴുത്തൊക്കെ ഉണ്ടാവും മുകളിൽ, കയ്യെത്താത്ത കൊടുത്ത് മുകളിലോ. അപ്പം ഇനി സോളാർ പാനലിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് JCM ഇവിടെയുണ്ട്. JCM സോളാർ പാനലിന്റെ വിശദാംശങ്ങളൊക്കെ ഇപ്പൊ കാണിച്ചു തരും. ഒന്ന് കാണിച്ചു, അമ്മ നേരത്തെ കാണിച്ചെന്നാലും കാണിച്ചാൽ മതി. ഒന്ന് കാണിക്കോ, അതിന്റെ ബ്രൈറ്റ്നസ് ഫുള്ളാണോ? ബ്രൈറ്റ്നസ് എവിടെ കൂട്ടാ? ഫുള്ളായിക്കുന്നു. ഇപ്പൊ കാണാട്ടോ, സോളാർ ഉണ്ടാക്കിയാണ് തുടക്കം തുടങ്ങി കാണിക്കും, നേരത്തെ കാണിച്ച പോലെ. എവിടെ നേരത്തെ എന്തോ കാണിച്ചല്ലോ, കറണ്ട് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ. ഇതാണ്. ഇതിപ്പോൾ ഓൾറെഡി KSEB ഇങ്ങോട്ട് വരെന്താ കാണിക്കണം, എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നോക്കാൻ ഇപ്പം ചേട്ടൻ വരുന്ന പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ആരോമാർക്ക് KSEB ഇങ്ങോട്ടും സോളാറിൽ നിന്ന് ഇൻവെർട്ടർക്ക് എല്ലായിടത്തു നിന്ന് ഇൻവെർട്ടർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ വീട്ടിലേക്ക് ഒന്നും വന്നില്ല എന്നാണ് കാണിക്കുന്നത്. ഇന്നുണ്ടാക്കിയ കറണ്ട് 3.8 കിലോവാട്ട്. മൊത്തത്തിലുണ്ടാക്കിയ എത്രയാമ്മ? മൊത്തത്തിൽ 38 കിലോവാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. 38 കിലോവാട്ടായി ഒരു ദിവസം ഉണ്ടോ? 3 ദിവസമായിട്ടുള്ളൂ ചേട്ടാ. 1, 2, 3 കുറച്ച് സമയം ഉണ്ടായുള്ളൂ. രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടി കൂടുതലുണ്ടായി. മൂന്നാമത്തെ ദിവസം ഫുള്ള് ഇന്നലെ നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ സമയം ആയിട്ടല്ലേ ഉള്ളൂ. ഓക്കെ. അതായത് 2-3 ദിവസം മഴ പെയ്യാണ്ട് എൻ്റെ ആ ഒരു ഇത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോയി ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി കൂടിനെ വണ്ടിയിലേക്ക് കയറ്റണം. മതി എടുത്തില്ല. പിന്നെ സ്റ്റാൻഡിന് മുകളിൽ വയ്ക്കും. സ്റ്റാൻഡിന്റെ മേലെ വരെ അല്ലേ അടിയിലെ സാധനം കയറ്റിയിരിക്കും. അടിയിലെ ഇത് ഇപ്പൊ വേണമെങ്കിൽ വണ്ടി കയറ്റിക്കോ. കാര്യമില്ല. അപ്പൊ കൂടെ അങ്ങനെ പോയി, പിന്നാലെ ഞാനും പോട്ടെ. അപ്പം അങ്ങനെ നമ്മുടെ കൂട് വീട്ടിലെത്തി. അപ്പോൾ അങ്ങനെ കൂട് വീട്ടിലെത്തി. ജോയി ചേട്ടൻ പോയി. ഇവിടെ എത്തിയപ്പോൾ കാണാം അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചോര പൊടിയാണ്. കമ്പി എവിടെയാണ്ടൊക്കെ ഇങ്ങനെ കുത്തി കൊണ്ടാണ്. അപ്പം നമ്മുടെ ആശാൻ അങ്ങനെ ബ്ലാക്ക് കണ്ടക്ടർ പുറത്തിറങ്ങിയിട്ടുണ്ട്. മഴ പെയ്തെങ്കിലും ഉണങ്ങി കിടക്കണ്ട് ചെറുതായിട്ട്. അപ്പം അങ്ങോട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അല്ല ചോണേ, ഈ പൈപ്പ് ഇവിടെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടാണ് പൈപ്പും പുല്ലിൻ്റെ ഇടയിൽ അങ്ങോട്ട് ഇതായിപ്പോയി. പുല്ല് വന്ന് പൈപ്പിനെ മൂടി കളഞ്ഞു ഫുള്ളായിട്ട്.
അതായത് ആക്ച്വലി ഇത്രയും വളർന്നു പുല്ല്, ഇത്ര ഹൈറ്റിൽ പുല്ല് വളർന്നു എന്നുള്ളതാണ്. കണ്ട രണ്ട് സൈഡിൽ നിന്നുള്ള ഡിഫറൻസ് കണ്ട. അവനവിടെ എന്തോ തവളേനെ എന്തോ കണ്ടിട്ടുണ്ട്, അവൻ അതിൻ്റെ പിന്നാലെ. അപ്പോൾ അങ്ങനെ പുല്ല് വെട്ടി ഇതേ ഇത്ര ഏരിയ ആയിട്ടുള്ളൂ, നീങ്ങണില്ല. പുല്ല് ഭയങ്കരമായിട്ട് വലുതായ കാരണം ഇച്ചിരേശം അടിക്കുമ്പോഴേക്കും മിഷീൻ്റെ ബാക്കിലത്തെ ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് ചെറുതാണല്ലോ, പെട്ടെന്ന് ഫില്ലായിക്കൊണ്ടിരിക്കുക. പിന്നെ ഇവിടെ നിന്ന് അവിടെ വരെ എത്തിക്കണം. നനവുള്ള കാരണം ഇച്ചിരി പുല്ലേലുമേക്കും പിന്നെ അത് ഉള്ളിലേക്ക് പോണില്ല. പിന്നെ ഇച്ചിരി നേരത്തെ മഴ പെയ്യാണ്ടിരുന്നെങ്കിൽ നല്ല അടിപൊളിയാക്കായിരുന്നു. നമ്മളൊരു ഒത്തിരി ദിവസം ഇവിടെ നിന്ന് വിട്ടു മാറി എന്നുള്ള പ്രശ്നങ്ങൾ കണ്ടോ. പട്ടിക്കൂടിൻ്റെ മുകളിലാണ് ഈ ചെടിയൊക്കെ പിടിച്ചേക്കണം. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലീൻ ആക്കണം. ഓരോ പണിക്ക് മുകളിൽ ഓരോ പണി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സമയം 1:30 ഞാൻ വിചാരിച്ചു ഹോട്ടലിൽ പോയിട്ടൊരു ഭക്ഷണം മേടിച്ചു കൊണ്ട് കഴിക്കാം, എന്നിട്ട് ഇനി ബാക്കിയുള്ള പണി ചെയ്യാം. വീട്ടിലേക്ക് പോകണില്ല. വീട്ടിലേക്ക് ഇപ്പോൾ പോയ അമ്മയോടും വീടിനോടൊക്കെ വർത്താനം പറഞ്ഞു, പിന്നെ അവിടെ ഇരുന്നു. അപ്പോൾ ഇന്നത്തെ പണി അവിടെ തീരും. ഭക്ഷണം മേടിച്ചിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഊണും മേടിച്ച് വീട്ടിലെത്തിയിട്ടാ. നല്ല മീൻ വറുത്തതുണ്ട്, പിന്നെ പതിവ് പോലെ 2 പാക്കറ്റ് കറിയുണ്ട്, പിന്നെ നമ്മുടെ ചോറ്. ഈ ചമ്മന്തി, ക്യാബേജ് കറി, പിന്നെ ഒരു ചാറ് കറി, വെണ്ടയ്ക്കും എന്തൊക്കെയായിട്ടുള്ളൊരു കറി, പിന്നെ ഇവിടെ സർലാസും. പക്ഷേ പപ്പടം ഇല്ല കേട്ടോ. ഒന്ന് പപ്പടം തരാൻ മറന്നു പോയി തോന്നാ ചേച്ചി. കുഴപ്പമില്ല. നമ്മുടെ മീനും. അപ്പം അങ്ങനെ ഉച്ചക്കാലത്തെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ പണി തുടങ്ങാൻ പോകണ്ട. മഴേനെ ഓർത്ത് മാത്രമേ പേടിയുള്ളൂ, എപ്പോൾ വേണമെങ്കിലും പെയ്യാം. ഇരുണ്ട് കൂടി നിൽക്കുകയാണ്. അതിന് മുമ്പ് നമുക്കിത് ഈ സൈഡെങ്കിലും ഒന്ന് തീർക്കണം. ഇവിടെ പുല്ല് വെട്ടൽ ഇതാ ഇത്ര ഏരിയ കഴിഞ്ഞു. ജോൺ തവളേനെ പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. പുല്ലേ കുറേ ഉണ്ടെന്ന്, വലുതായി നിൽക്കണ കുറേ വശം എടുത്ത് കൊണ്ട് കളയേണ്ടി വരാം. എന്തായാലും ഈ സൈഡ് മാത്രമേ തീരുള്ളൂ. അപ്പോഴേക്കും സ്റ്റീവിനെ കൊണ്ടുവരേണ്ട സമയവും അങ്ങോട്ട് പോകേണ്ടി വരും. ഇനി ഇത്രയും കൂടിയേ ഉള്ളൂ, ഏരിയ കൂടിയും കഴിഞ്ഞാൽ സംഭവം തീർക്കണം. അപ്പോൾ അങ്ങനെ ദൈവം അനുഗ്രഹിച്ച് മഴയൊന്നും പെയ്തില്ല. നമ്മുടെ ഈ സൈഡ് ഫുള്ള് ഇവിടെ കുറച്ച് കൂടുതൽ പുല്ല് ഇതായിട്ടുണ്ട്. ഇവിടുത്തെ നല്ല ഉറപ്പുള്ള സ്ഥലത്തെ പുല്ല് കണ്ടോ, നല്ല പച്ചപ്പിൽ കിടക്കണ. വലിയ ഉറപ്പില്ലാത്ത മണ്ണുള്ളിടത്തൊക്കെ പുല്ല് ഭയങ്കരമായിട്ട് കാട് പിടിച്ചിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ പുല്ലുവെട്ടൽ ഫുള്ളായിട്ട് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഫുള്ളായിട്ട് മീൻസ് ഈ സൈഡ് കഴിഞ്ഞിരിക്കുന്നു, അടുത്ത സൈഡ് നാളെ. അപ്പോൾ ഇനി വീട്ടിലേക്ക് പോട്ടെ, സ്റ്റീവിനെ കൊണ്ടുവരണം. വീട് പോയി എടുത്തോളാന്ന് പറഞ്ഞു. എന്നാലും പിന്നെ അവിടെ ഉള്ളൂ, പിന്നെ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ സ്റ്റീവിനെ കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.